ഓട്സും ഡേറ്റ്സും കൂടിയിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ 3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഓട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 10 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഡേറ്റ്സ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. നല്ല ഹാർഡായിട്ടിരിക്കുന്ന ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ഡേറ്റ്സിനെ പതുക്കെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആയി കിട്ടും. അത് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഇല്ലാണ്ട് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറ്റിച്ചിട്ട് എടുക്കണം. പിന്നെ വേണ്ടത് പാലാണ്. പാല് ഞാനിവിടെ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോൾ പാല് നന്നായിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഐസും വേണം. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ മിൽക്ക് ഷേക്ക് ആക്കാന്ന്. ഈ ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ഓട്സ് ചേർക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. ഈ ഓട്സ് വറുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ അവലൊക്കെ വറുത്തെടുക്കണ പോലെ നല്ല ക്രിസ്പി ആയിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ നല്ല ക്രിസ്പി ആവണ വരെ നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്സ് കരിഞ്ഞു പോകും. ഓട്സ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ഇത് നമുക്ക് മിൽക്ക് ഷേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇടാം. ഇത് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഓട്സ് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. ഇത് മിൽക്ക് ഷേക്ക് ആക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഡേറ്റ്സ് ചേർക്കാം. ഡേറ്റ്സ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഡേറ്റ്സിലേക്ക് ആദ്യം തന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഈ ഡേറ്റ്സ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മിൽക്കും നമ്മൾ പൊടിച്ചെടുത്തേക്കണം ഓട്സും ചേർക്കുക. അല്ലെങ്കിൽ ആ പാലും മുഴുവൻ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ്സ് നമുക്ക് ശരിക്കും അരഞ്ഞു കിട്ടില്ല. ഇത് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ഡേറ്റ്സ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചേക്കണം ഓട്സ് ചേർക്കുക. ബാക്കിയുള്ള മിൽക്കും ചേർക്കുക. ഐസും ചേർക്കുക. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ ഓട്സ് ഡേറ്റ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്.